ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വെറും 10 മിനിറ്റിൽ നല്ല പഞ്ഞി പോലുള്ള അപ്പവും അതുപോലെ ദോശയും ഒരേ മാവിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവേ. ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് റവ മാത്രം മതിയേ. പച്ചരി വേണ്ട, ഉഴുന്ന് വേണ്ട, അരി കുതിർക്കാൻ വെക്കണ്ട, രാത്രി മുഴുവൻ ഇത് പുളിക്കാനായിട്ട് മാറ്റി വെക്കുകയും വേണ്ട. ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് അളവിൽ റവയാണ് എടുത്തേക്കുന്നത്. വറുത്ത റവയൊന്നും അല്ല എടുത്തേക്കുന്നത്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര 1 സ്പൂൺ അളവിൽ പഞ്ചസാര വേണം. ഈസ്റ്റ് വേണം. ഈസ്റ്റ് 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് വേണം. അതുപോലെ തന്നെ തേങ്ങ വേണം. ഇത്രയും മതി നമുക്ക് നല്ല പഞ്ഞി പോലത്തെ അപ്പവും ദോശയും ഉണ്ടാക്കാനായിട്ട്. റവ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാനൊരു പാത്രത്തിലേക്ക് ഈ 1 കപ്പ് റവയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവേ. തോനെ ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വരുന്ന രീതിയിലാണ് തേങ്ങ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് 1/4 ടീസ്പൂൺ അളവിൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് റവയ്ക്കാണ് ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും 1 സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തേക്കുന്ന, അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആ റവ ആയതുകൊണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മാറ്റി വെക്കുന്നത്. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മതി. അന്നേരം റവയൊക്കെ ഒന്ന് കുതിർന്നിട്ട് ആ വെള്ളമെല്ലാം അതിൽ പിടിക്കുന്ന രീതിയിലാവുമേ. അതാകുമ്പോൾ നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നത് വെള്ളം ഒഴിച്ച്. ഇങ്ങനെ ചെയ്യുമ്പം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളിട്ട് കൊടുത്ത ഈസ്റ്റും പഞ്ചസാരയും എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. റവയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. റവ നമ്മുടെ ദഹനത്തിന് ഏറ്റവും മികച്ച ഒന്നാണ്. നമ്മൾ സാധാരണ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പച്ചരിയല്ലേ. പച്ചരി അത് പലരിലും ഗ്യാസ്, അസിഡിറ്റി അല്ലെങ്കിൽ മലബന്ധം ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ പച്ചരിയേക്കാൾ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നാണ് റവ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് പ്രായമായവർക്കൊക്കെ കഴിക്കാൻ നല്ല ഒരു ഫുഡാണ്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. റവ ഉണ്ടാക്കുന്നത് ഗോതമ്പിൽ നിന്നാണ്. ഇതിൽ കാർബോഹൈഡ്രേറ്റിനൊപ്പം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫൈബറിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ പെട്ടെന്ന് വിശക്കത്തില്ലേ, നമുക്ക് വയറ് നിറഞ്ഞതായിട്ട് തോന്നും. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഫുഡാണ് ഈ റവ കൊണ്ടുണ്ടാക്കുന്നത്. ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് റവ കൊണ്ടുണ്ടാക്കുന്ന ഫുഡ്. പച്ചരിയിലാണെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അത് രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് കൂട്ടും. എന്നാൽ റവയിൽ ഇത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഉള്ളത്. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലേക്ക് വളരെ സാവധാനം മാത്രമേ പഞ്ചസാര റിലീസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്ക് ധൈര്യമായി റവ കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കാവേ. അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് റവ കുതിർത്ത് വെച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് മാത്രം നമ്മൾ അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു കട്ടിയിൽ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ. അന്നേരം ഞാനൊരു 1/2 കപ്പൊക്കെ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊന്ന് കുതിർത്ത് വെക്കുന്നത് കൊണ്ട് ഒട്ടും തരിയില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടുവേ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമേ. നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ച് തന്നെ എടുക്കണം. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താലും ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഈ ഒരു കട്ടിയിൽ തന്നെ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട്. വളരെ എളുപ്പമാണ്, ഒട്ടും പാടില്ല. ഒരു 5 മിനിറ്റ് നമ്മൾ റവ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്, മാവ് അരച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അന്നേരം ഇത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മാറ്റി വെക്കുന്നത്. എങ്കിലും നമ്മൾ ചുടുമ്പോൾ അപ്പമായാലും ദോശയായാലും നല്ല കുത്തായിട്ട് നല്ല കുഴികളായിട്ട് കിട്ടുകയും ചെയ്യുവേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി ഉണ്ടാക്കുന്ന സമയത്തിന് തന്നെ നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരുവേ.
ഇതിലേക്ക് നമുക്കിനി ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് കലക്കി കൊടുക്കാം. പലരും വിചാരിക്കാറുള്ളത് റവ അത്ര ഹെൽത്തി അല്ലെന്നാണ്. എന്നാൽ അങ്ങനല്ല, റവ നല്ല ഹെൽത്തിയാണ്. റവ ഉണ്ടാക്കുന്നത് ഡുറം ഗോതമ്പിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന പച്ചരി അപ്പത്തേക്കാളും ദോശയേക്കാളും ദഹിക്കാൻ ഏറ്റവും എളുപ്പം റവ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളാണ്. പച്ചരി ശരീരത്ത് പെട്ടെന്ന് തടിയും കൊഴുപ്പും ഒക്കെ കൂട്ടുവേ. എന്നാൽ റവ കഴിക്കുമ്പോൾ സാവധാനം മാത്രമേ അത് ദഹിക്കൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശക്കില്ല. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് രാത്രിയിലോ രാവിലെ കഞ്ഞിക്ക് പകരമോ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്. മാവ് നല്ല രീതിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കലയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. റവയുടെ മറ്റൊരു വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ ഇതിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിളർച്ച അഥവാ അനീമിയ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. കൂടാതെ ഇതിൽ പ്രകൃതിദത്തമായ പൊട്ടാസ്യവും മഗ്നീഷ്യവും മറ്റും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദോശക്കലയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൂടി കൊണ്ടൊന്ന് മൂടി കൊടുക്കണമേ. എന്നിട്ട് ഇതേ രീതിയിൽ കിട്ടും. നല്ല കുത്തായിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ ദോശ കിട്ടുവേ. നമ്മുടെ പച്ചരിയിലുണ്ടാക്കുന്ന ദോശയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരു തവണ ഇതുപോലെ ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും നമ്മുടെ വീട്ടിലെ താരം ഇതായിരിക്കുവേ. ഇതിൽ വീഴുന്ന തുള കണ്ട, അതാണ് ഇതിൽ അപ്പത്തിൻ്റെ പ്രത്യേകതയും. നല്ല ടേസ്റ്റിയുമാണ് കാണാനായാലും. സാധാരണ നമ്മൾ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർനൈറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഓവർനൈറ്റ് വെക്കാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റില്ലേ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ദോശയാണ്. അതുപോലെ തന്നെ ഒരു ഒട്ടലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ റവ കൊണ്ടിട്ടുള്ള ദോശ കിട്ടുവേ. നല്ല ക്രിസ്പി ദോശ വേണമെങ്കിൽ അല്പം നെയ്യോ എണ്ണയോ മുകളിൽ തൂവി കൊടുക്കാവേ. ഇനി നമുക്ക് ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് അപ്പവും ഒന്ന് ചുട്ടെടുക്കാവേ. ഇതുപോലെ ഒരു അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു തവി മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് ചുറ്റിച്ചെടുക്കാവേ. രാവിലെ സ്കൂളിൽ പോകുന്നവർക്കായാലും ഓഫീസിൽ പോകുന്നവർക്കായാലും വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിന്നറായിട്ട് നമുക്ക് കഴിക്കാവേ. റവ ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്. അങ്ങനെ നല്ല അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പച്ചരിയിൽ അപ്പം ഉണ്ടാക്കിയ പോലെ നമുക്കിങ്ങനെ കിട്ടത്തില്ലേ. എന്നാലും നമ്മൾ റവയിലാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ റവയിലുണ്ടാക്കിയ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് റവ കൊണ്ടുണ്ടാക്കിയ അപ്പവും ദോശയും ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പവും കൂടെ നല്ല ദോശയും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല തേങ്ങാ ചമ്മന്തിയോ കടലക്കറിയോ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. വേറെ ഒന്നും വേണ്ട. രാവിലെ ഓഫീസിലും സ്കൂളിലൊക്കെ പോകാൻ തിരക്കൂട്ടുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.